വെൽക്കം ബാക്ക് ടു ദിശ അക്കാഡമി. ഞാൻ നിങ്ങളുടെ സ്വന്തം ആരംഭൽ സുരേഷ്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് 1ഉം പാർട്ട് 2 വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. SPA POന്റെ ഒരു പ്രിലിംസ് ലെവൽ മോക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ പാർട്ട് 1ഉം പാർട്ട് 2. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മോക്ക് എക്സാമിൽ നമ്മൾ കേസ്ലെറ്റുകൾ വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് 2 കേസ്ലെറ്റുകൾ എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ കേസ്ലെറ്റ്സ് എങ്ങനെ ചെയ്യണം, സ്കിപ്പ് ചെയ്യണോ സ്കിപ്പ് ചെയ്യണ്ടോ എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ ഒരു കേസ്ലെറ്റ് നമുക്കിവിടെ സ്ക്രീനിൽ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കേസ്ലെറ്റ് നമ്മൾ സോൾവ് ചെയ്യും. ആ സോൾവ് ചെയ്ത് ഒരു ടേബിൾ വെച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില കേസ്ലെറ്റ് വായിക്കുമ്പോൾ ടേബിൾ വെച്ച് സോൾവ് ചെയ്യേണ്ടി വരും, ചിലതല്ലാണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കേസ്ലെറ്റിലോട്ടൊന്ന് കിടക്കാം. ഓക്കെ, എ സർവേ വാസ് കണ്ടക്ടഡ് ഇൻ കാൺപൂർ സൂ ഫോർ പീപ്പിൾ. ഓക്കെ, ഒരു സർവേ കണ്ടക്ട് ചെയ്യാണ്. മെൻ, വുമൺ, ചിൽഡ്രൻ എന്നീ പറയുന്ന 3 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഹു വിസിറ്റഡ് ദി സൂ ഓൺ 3 ഡിഫറെന്റ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ സൂയില് 3 ദിവസമായിട്ട് വിസിറ്റ് ചെയ്ത മെന്നിന്റെ, വുമന്റെ, അതുപോലെ തന്നെ ചൈൽഡിന്റെ നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടേബിൾ ഒന്ന് വരയ്ക്കാം. നോക്കിക്കേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, 3 ഡേയ്സ് ഉണ്ട്. ഈ 3 ഡേയ്സിലുള്ള മെൻ, വിമൺ, അതുപോലെ തന്നെ ചൈൽഡ്. മെൻ, വിമൺ, അതുപോലെ തന്നെ ചൈൽഡ്. ഓക്കെ, ഇവരുടെ 3 പേരുടെ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, it was found that there is a total of 10,000 people. ഓക്കെ, ടോട്ടൽ 10,000 പീപ്പിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 10,000 എന്ന് പറയുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ടോട്ടൽ അവിടെ 10,000 ആൾക്കാരുണ്ടായിരുന്നു. അതായത് മെന്നും വുമണും ചിൽഡ്രനും കൂടെ 3 ദിവസം ഇൻ ദീസ് 3 ഡേയ്സ്. അപ്പൊ 3 ദിവസം കൂടെ വന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുമ്പോൾ അവിടെ എന്തെന്ന് പറയാം, നമുക്ക് 10,000 എന്ന് പറയാം. ഓൺ മൺഡേ 1000 ചിൽഡ്രൻ വിസിറ്റഡ് ദ സൂ. അപ്പൊ മൺഡേയിലുള്ള ചിൽഡ്രന്റെ എണ്ണമാണ് അവിടെ 1000 എന്ന് മാർക്ക് ചെയ്തേക്കുന്നു. 1000 എന്ന് തന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് 1000 മാർക്ക് ചെയ്യാം ടേബിളിൽ. ഓക്കെ, ദി റേഷ്യോ ഓഫ് ചിൽഡ്രൻ ഹു വിസിറ്റഡ് ദി സൂ ഓൺ മൺഡേ ആൻഡ് വെനസ്ഡേ. അപ്പൊ മൺഡേയിലുള്ളയും അതുപോലെ തന്നെ വെനസ്ഡേയിലുള്ളയും. ഓക്കെ, മൺഡേയിലുള്ള ചിൽഡ്രന്റെ നമ്പർ നമുക്ക് ഓൾറെഡി ഉണ്ട്. മൺഡേയിലുള്ള ചിൽഡ്രന്റെയും വെനസ്ഡേയിലുള്ള ചിൽഡ്രന്റെയും നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. എന്താണ്? 2:1. അപ്പൊ ഈ 2 എന്ന് പറയുന്നത് ആദ്യം തന്നിരിക്കുന്ന മൺഡേ ആണ്. അപ്പൊ 2 എന്താണ്? 1000 ആണ്. 2000 ആണെങ്കിൽ 1 എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോ 500 വരില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. വെനസ്ഡേയിലുള്ള ചിൽഡ്രൻ എത്രയാണ്? 500 ആണ്. വെനസ്ഡേയിലുള്ള ചിൽഡ്രൻ എത്രയാണ്? 500 ആണ്. അപ്പൊ അത് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് വായിക്കുകയാണ്. അപ്പൊ ആ പോയിന്റ് കഴിഞ്ഞു. ആൻഡ് ദി നമ്പർ ഓഫ് മെൻ ഹു വിസിറ്റഡ് ഓൺ ട്യൂസ്ഡേ. അപ്പം ട്യൂസ്ഡേയില് വിസിറ്റ് ചെയ്ത മെൻ എന്ന് പറയുന്നത് 50% മോർ ആണ്. 50% മോർ ദാൻ ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു വിസിറ്റഡ് ദി സൂ ഓൺ വെനസ്ഡേ. ഓക്കെ, അപ്പം നമുക്ക് പറയാം എന്താണ് ഈ ട്യൂസ്ഡേയിലുള്ള മെൻ എന്ന് പറയുന്നത് വെനസ്ഡേയിലുള്ള ചിൽഡ്രനെ കാട്ടി 50% കൂടുതൽ. അപ്പൊ 50% പകുതി. ഓക്കെ, 500 പകുതി എന്ന് വെച്ചാൽ 250 അല്ലേടാ. അപ്പൊ ട്യൂസ്ഡേയിലുള്ള മെൻ എന്ന് പറയുന്നത് 500 കൂടെ 250 കൂടുതൽ എന്ന് പറയുമ്പോൾ എത്ര പറയാം? ട്യൂസ്ഡേയിലുള്ള മെൻ എന്ന് പറയുമ്പോൾ 750 എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടം വരെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പറയുന്നത് 2000 വുമൺ വിസിറ്റഡ് ദി സൂ ഓൺ വെനസ്ഡേ. അപ്പൊ വെനസ്ഡേയില് 2000 വുമൺ വിസിറ്റ് ചെയ്തു. അപ്പൊ വിമൺ വെനസ്ഡേ 2000 അത് മാർക്ക് ചെയ്തു. The ratio of men who visited zoo on Monday and women who visited zoo on Wednesday are in the ratio 5:4. Okay, അപ്പം ഒരു റേഷ്യോ തന്നിരിക്കുകയാണ്. ആ റേഷ്യോന്റെ പ്രത്യേകത എന്താണ്? മെൻ ഓൺ മൺഡേ നമുക്ക് കാലിയാണ്, അവിടെ ആളില്ല. ഓക്കെ, പക്ഷെ വിമൺ ഓൺ വെനസ്ഡേ ഉണ്ടല്ലോ, 2000 ഉണ്ട്. അപ്പൊ ഈ 2000 എന്ന് പറയുന്ന 4 റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ 4:2000 ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ 2000/4 എത്ര കിട്ടും? 500 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 5 റേഷ്യോ എന്ന് പറയുന്നത് എത്ര കിട്ടും? 2500 കിട്ടും. സോ ഞാൻ എന്ത് ചെയ്തു? മൺഡേയിലുള്ള മെൻ 2500 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി 2500, അപ്പൊ ഇവിടം വരെ നമ്മൾ ചെയ്തു തീർന്നു. 2500 ചിൽഡ്രൻ വിസിറ്റഡ് ദ സൂ ഓൾ 3 ഡേയ്സ്. അപ്പൊ 3 ദിവസവും കൂടെ 2500 ചിൽഡ്രൻ വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ 1000 500 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 1000 വന്നാലല്ലേ ആ 2500 കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ട്യൂസ്ഡേയിലുള്ള ചിൽഡ്രൻ 1000. ഓക്കെ, ഇനി നമ്മൾ ബാക്കി വായിച്ചു നോക്കുകയാണ്. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു.
ആൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെൻ ഹു വിസിറ്റഡ് ഓൺ സൂ ഓൺ ഓൾ ഡേയ്സ്. അപ്പം മെന്നിന്റെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് മെന്നിന്റെ എണ്ണം എന്ന് പറയുന്നത് ഈസ് 70% മോർ ദാൻ ദി ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു വിസിറ്റഡ് ദി സൂ ഓൺ ഓൾ ഡേയ്സ്. അപ്പൊ മെന്നിന്റെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 70% കൂടുതലാണ്. എന്തിനെ കാട്ടി? ചിൽഡ്രന്റെ എണ്ണത്തിനെ കാട്ടി 70%. അപ്പൊ നോക്കിക്കേ, എന്തായാലും ഈ 2500 കാണും മെന്നിന്റെ എണ്ണം, അതിന്റെ കൂടെ 2500ന്റെ 70%. നോക്കിക്കേ, ഈ 2500ന്റെ 10% എന്ന് പറഞ്ഞാൽ 250 അല്ലേ? അങ്ങനെയാണെങ്കിൽ 70% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10% × 4 എന്ന് പറയുമ്പോൾ 250 × 4. 250 × 4 ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 250. 25 × 4 അല്ല, സോറി, 7. ഓക്കെ, അപ്പൊ 25 × 7 175 ആണ്. അപ്പൊ അഡീഷണൽ ആയിട്ട് എന്തുകൂടെ കാണും? 1750 കൂടെ കാണും. 2500, അതിന്റെ കൂടെ 1750. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ മെന്നിന്റെ കോളത്തില് മൺഡേയിലെ മെന്നുണ്ട്, ട്യൂസ്ഡേയിലെ മെന്നുണ്ട്. അപ്പം 2500 മെന്ന് ഓൾറെഡി ഉണ്ട്, 750 മെന്നും ഉണ്ട്. അപ്പൊ ഇത് ക്യാൻസലായി, ഈ 750 ക്യാൻസലായി. അങ്ങനെ ബാക്കിയുള്ള 1000 അല്ലേ? ആ 1000 മെന്ന് എവിടത്തെ ആയിരിക്കും? വെനസ്ഡേയിലെ മെന്നായിരിക്കും. അപ്പം വെനസ്ഡേയിലെ കോളം ഞാൻ ഫില്ല് ചെയ്യാണ്. വെനസ്ഡേയിൽ എന്തുണ്ട്? 1000 മെന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കുള്ളത് 2 വിമന്റെ കാര്യം മാത്രമാണ്. അപ്പൊ ഇവിടം വരെ വായിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദി നമ്പർ ഓഫ് മെൻ ഹു വിസിറ്റഡ് ദി സൂ ഓൺ വെനസ്ഡേ. അപ്പം വെനസ്ഡേയില് വിസിറ്റ് ചെയ്ത സൂയിലെ മെൻ ഈസ് 500 മോർ ദാൻ, 500 കൂടുതലാണ്, ഫോർ ദാൻ ദി നമ്പർ ഓഫ് വുമൺ ഹു വിസിറ്റഡ് ദി സൂ ഓൺ മൺഡേ. ഓക്കെ, അപ്പം വെനസ്ഡേയില് അറ്റൻഡ് ചെയ്ത മെന്ന് 500 കൂടുതലാണ്. അപ്പൊ ഇതിനെക്കാട്ടി 500 കുറവായിരിക്കും എന്ത്? മൺഡേയിലെ വിമൺ അല്ലെ? അപ്പൊ മൺഡേയിലെ വിമന്റെ എണ്ണം എത്ര വരും? 500 വരും. ഓക്കെ, ഇനി ഈ ഒരു കോളം മാത്രം ബാക്കി. ഓക്കെ, അപ്പൊ ആ ഒരു കോളം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ 10,000 ആൾക്കാരുണ്ട്. നോക്കിക്കേ, ഈ ചിൽഡ്രൻ 2500 ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ മെന്നിന്റെ എണ്ണം 2500 എന്നും അതിന്റെ കൂടെ ഒരു 1750 ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇത് രണ്ടും കൂടെ 5000. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ വീണ്ടും 2 സെറ്റ് ഓഫ് വിമൺ ഉണ്ട്, അതെന്ത്? 2500. അപ്പൊ ഇത്രയും നമ്പേഴ്സ് 10,000 നിന്ന് കുറയ്ക്കണം. അപ്പൊ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ തന്നെ 7500 ആയി. ഓക്കെ, പിന്നെ ഒരു 1750. 0 5 7 8. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒരു ബാക്കി നമുക്ക് എത്ര വന്നു? ഒരു 250, 1250. അപ്പൊ നമ്പർ ഓഫ് വിമൺ ഓൺ ട്യൂസ്ഡേ നമുക്ക് എത്ര കിട്ടി? 1250 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടേബിള് വെച്ചേക്കുക. ഈ ടേബിളിനെ വെച്ചിട്ടായിരിക്കും നമുക്ക് ബാക്കി ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോ കറക്റ്റ് ആണല്ലോ അല്ലേ? അപ്പൊ ഈ ടേബിളിനെ വെച്ച് നോക്കാം. ആഡ് ചെയ്തത് 500, 1700. 1 മിനിറ്റ്, ഇവിടെ തെറ്റിയിട്ടുണ്ട്. നോക്കിക്കേ, ആഡ് ചെയ്തപ്പോ 0 5 7 + 5 12 അല്ലേ? ഇവിടെ 1 കിട്ടും, ഇവിടെ 9 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ വാല്യൂ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കുക. എന്ത് വരും? 750. അവിടെ ആഡ് ചെയ്തതിന് നമുക്കൊരു എറർ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടേബിള്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടേബിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടേബിൾ നോട്ട് ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ചോദ്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾ ചെയ്യാൻ പോവാണ്. ടേബിൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ആവറേജ് ഓഫ് മെൻ ആൻഡ് വുമൺ. അപ്പൊ ആവറേജ് ഓഫ് മെന്നിന്റെ വുമന്റെ ആവറേജ് ആണ്, 2 പേരുടെ ആവറേജ് ആണ്. അപ്പം ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഹു വിസിറ്റഡ് സൂ ഓൺ ഓൾ 3 ഡേയ്സ്. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ വേണം, അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ മെന്നിന്റെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് ടേബിളിൽ കൂട്ടി നോക്കുമ്പോൾ 4250 ആണെന്ന് മനസ്സിലാവും. ടേബിൾ നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ വിമന്റെ എണ്ണം നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 3250. അതിനെന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ കൂട്ടാൻ നേരത്തെ 00575 എന്ന് കിട്ടും. 7500 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 7500 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 3750 എന്നിട്ട് ആൻസർ നമ്മുടെ ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു വിസിറ്റഡ് സൂ ഓൺ വെനസ്ഡേ. അപ്പം ചിൽഡ്രന്റെ എണ്ണം വെനസ്ഡേയിൽ വിസിറ്റ് ചെയ്തത്. വെനസ്ഡേയിൽ 500 കുട്ടികൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് 500 ഈസ് വാട്ട് പെർസെന്റേജ് ലെസ് ദാൻ ദി ടോട്ടൽ നമ്പർ ഓഫ് മെൻ വിസിറ്റഡ് ഓൺ മൺഡേ. അപ്പം മെൻ എന്ന് പറയുന്നത് മൺഡേയിൽ വിസിറ്റ് ചെയ്ത മെൻ എന്ന് പറയുന്നത് 2500 ആണ്. അപ്പൊ 500 വെച്ച് നോക്കുമ്പോൾ 2000 കുറവാണ് അല്ലെ. അപ്പോൾ എത്ര പെർസെന്റേജ് ലെസ് ആണെന്നാണ് മീനിങ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 2000 by 2500 into 100. അപ്പൊ ഇത് വെട്ടാൻ നേരത്ത് നമുക്ക് 5 കൊണ്ട് വെട്ടാൻ നേരത്ത് 4/5 എന്ന് കിട്ടും. 4/5 into 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4/5ന്റെ പെർസെന്റേജ് വാല്യൂ അല്ലെ. അപ്പൊ 4/5ന്റെ പെർസെന്റേജ് വാല്യൂ എത്ര വരും? 80%. നമ്മൾ പഠിച്ചിട്ടുള്ള പെർസെന്റേജ് ആണ്. അപ്പൊ എന്ത് വരും? 80%. സോ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഷ്യോ? ഓക്കെ, ഒരു റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് മെൻ ആൻഡ് ചിൽഡ്രൻ ഹു വിസിറ്റഡ് ഓൺ മൺഡേ. അപ്പൊ മെന്നിന്റെയും ചിൽഡ്രന്റെയും റേഷ്യോ. അപ്പൊ മെന്ന് മൺഡേ വിസിറ്റ് ചെയ്ത മെൻ എന്ന് പറയുമ്പോൾ 2500, അതുപോലെ തന്നെ മൺഡേ വിസിറ്റ് ചെയ്ത ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ 1000. അപ്പൊ 1000 + 2500 3500 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്പർ 3500 ആണ്. ഈസ് ടു ടോട്ടൽ നമ്പർ ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഹു വിസിറ്റഡ് ഓൺ വെനസ്ഡേ. അപ്പൊ വെനസ്ഡേയിൽ വിസിറ്റ് ചെയ്ത ചിൽഡ്രന്റെയും വിമന്റെയും റേഷ്യോ എടുക്കണം. അപ്പൊ ചിൽഡ്രൻ 2000 ആണ്, വിമൺ 2000 ആണ്, ചിൽഡ്രൻ 500 ആണ്. അപ്പൊ സം എന്ന് പറയുന്നത് 2500. അപ്പൊ റേഷ്യോ എടുക്കാൻ നേരത്ത് വെട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7:5 എന്ന് കിട്ടും. ഓക്കെ, പടപടേന്ന് ആൻസർ കിട്ടുന്നു. ഓക്കെ, ഓപ്ഷൻ എ. അപ്പൊ നമ്മുടെ എന്താണ് കേസ്ലെറ്റ് വായിച്ചൊന്ന് സോൾവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഭയങ്കര ടഫ് ഒന്നും ആയിട്ട് വരില്ല. ഓക്കെ, അപ്പം ലെങ്തിന്ന് കണ്ട് നിങ്ങൾ ടഫ് എന്ന് വിചാരിക്കില്ല, പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം. ദി നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ ഹു വിസിറ്റഡ് ട്യൂസ്ഡേ. ഓക്കെ, അപ്പൊ എപ്പോഴും കേസ്ലെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ലാസ്റ്റോട് അടുപ്പിച്ച് ചെയ്താൽ മതി. ആദ്യമേ ചെയ്ത് പാനിക് ആവേണ്ട ആവശ്യമില്ല. ആദ്യമേ എളുപ്പമുള്ളത് ചെയ്യുക, പിന്നീട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നോക്കിക്കേ. ദി ടോട്ടൽ നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ ഹു വിസിറ്റഡ് ട്യൂസ്ഡേ. ഓക്കെ, ട്യൂസ്ഡേയിൽ വിസിറ്റ് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ എന്ന് പറയുമ്പോൾ 1500 ആണ്. അതെന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ് എന്നാണ് ചോദ്യം. എത്ര പെർസെന്റേജ് ആണ്? വാട്ട് പെർസെന്റ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഓൺ വെനസ്ഡേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ നോക്കിക്കേ, ചിൽഡ്രൻ കൂടെ വരും അല്ലെ. അപ്പൊ ഈ 1500 കൂടെ 1000 കൂടെ വരും. അപ്പം 2500 എന്ന് കിട്ടും. ഓക്കെ, അതിന്റെ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 3/5 അല്ലേ. 3/5ന്റെ പെർസെന്റേജ് വാല്യൂ 3/5 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 3/5ന്റെ പെർസെന്റേജ് വാല്യൂ എത്ര വരും? 60%. സോ ആൻസർ 60. ഇല്ലെങ്കിൽ നിങ്ങൾ 300 ഡിവൈഡ് ബൈ 5 ചെയ്താൽ മതി. 300 ഡിവൈഡ് ബൈ 5 60 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഫ്രാക്ഷൻസ് ഇതെല്ലാം എല്ലാവരും കോമൺ ആയിട്ട് പഠിച്ചു വെക്കുന്ന ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ പഠിച്ചു വെക്കുന്ന ഫ്രാക്ഷൻസ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഇ. 60%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഈ ഒരു കേസ്ലെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ. ഇഫ് ദി ടിക്കറ്റ് ഓഫ് മെൻ വിമൺ ആൻഡ് ചിൽഡ്രൻ. അപ്പം സൂ ആണ്, സൂയിലോട്ട് കയറാൻ ടിക്കറ്റ് എടുക്കണം അല്ലെ. അപ്പൊ ടിക്കറ്റുകളുടെ ചാർജ് ആണ് ഈ തന്നിരിക്കുന്നത്. മെന്നിന് 50 ആണ്, വിമണിന് 40 ആണ്, അതുപോലെ തന്നെ ചിൽഡ്രന് 20 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് എമൗണ്ട് കളക്റ്റഡ് ബൈ ദി സൂ അതോറിറ്റി ഓൺ വെനസ്ഡേ. അപ്പം വെനസ്ഡേയിൽ കളക്ട് ചെയ്ത എമൗണ്ട് എത്ര എന്നാണ് ചോദ്യം. അപ്പം വെനസ്ഡേയിൽ വേണമെങ്കിൽ വെനസ്ഡേയിലെ ആൾക്കാരുടെ എണ്ണം അറിയണം. അപ്പൊ വെനസ്ഡേയിൽ എനിക്കറിയാം 1000 മെൻ ഉണ്ട്. അപ്പൊ 1000 മെന്നിൽ നിന്ന് 50 വെച്ചിട്ട് 50 × 1000 50 ഇത്രയും റുപ്പീസ് കളക്ട് ചെയ്തു മെന്നിന്റെ നിന്ന് മാത്രം. ഓക്കെ, ഇനി വുമണിന് 40 ആണ്, പക്ഷെ വിമൺ 2000 ഉണ്ട്. അപ്പൊ 2000 എന്ന് പറയുമ്പോൾ 80 എഴുതിയിട്ട് 2 0 അല്ല 3 0. ഓക്കെ, 80 3 0. ഓക്കെ, ഇത്രയും റുപ്പീസ് വിമന്റെ കളക്ട് ചെയ്തു. ഇനി ചിൽഡ്രന്റെ 500 ചിൽഡ്രൻ ഉണ്ട്. 500 ചിൽഡ്രന്റെ 20 റുപ്പീസ് ഈച്ച് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ 5 × 2 10 അല്ലേ. 5 × 2 10 ആണ് 3 0. ഓക്കെ, അപ്പൊ ഇത്രയും റുപ്പീസ് ടോട്ടൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് കളക്ട് ചെയ്തത് എത്ര എന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14,000. 8 + 1 9, 9 + 5 14. അപ്പൊ 14,000 അല്ല, 14,000 അല്ലല്ലോ, 1,40,000 അല്ലെ. 1,40,000. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ
ബി 1,40,000. അപ്പോൾ ആ ഒരു കേസ്ലെറ്റ് സോൾവ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം മാത്രമേ വന്നുള്ളൂ. കേസ്ലെറ്റ് സോൾവ് ചെയ്തപ്പോൾ പടപടയെന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ കേസ്ലെറ്റ് നോക്കുക. കേസ്ലെറ്റ് നോക്കിയിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുക. പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം എന്നുണ്ടെങ്കിൽ അപ്പോഴേ ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് അടിക്കുക. കേസ്ലെറ്റ് ചെയ്ത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത കേസ്ലെറ്റിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 350 people are living in a particular village. Okay, ഒരു particular villageൽ 350 people live ചെയ്യാണ്. There are 3 drinks: tea, coffee and hot chocolate. Tea, coffee, 3 drinks ഉണ്ട്. Tea, coffee and hot chocolate available in the village. Each citizen has to vote for one or more of the 3 drinks. Okay, എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഓരോ ആളും, ആ വില്ലേജിലുള്ള ഓരോ ആളും മിനിമം ഒരു ഡ്രിങ്ക് എങ്കിലും കുടിക്കും. അതായത് ഒന്നും കുടിക്കാതെ ഇരിക്കുന്ന, ഒരു ഡ്രിങ്കും കുടിക്കാതെ ഇരിക്കുന്ന ആരും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട്. ഓക്കെ, എന്ന് പറയുമ്പോൾ 1 or more ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡ്രിങ്ക് മാത്രം, ചായ മാത്രം കുടിക്കുന്നവർ കാണാം, ചായയും കോഫിയും കുടിക്കുന്നവർ കാണാം, 3 കുടിക്കുന്നവർ കാണാം, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഒരു ഡ്രിങ്ക് മാത്രമായിട്ട് 2 ഡ്രിങ്ക് അല്ലെങ്കിൽ 3 ഡ്രിങ്ക് അങ്ങനെ കുടിക്കുന്നവർ കാണും. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ്, ഈ ഒരു പർട്ടിക്കുലർ കേസ് നമ്മൾ വെൻ ഡയഗ്രാം എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. വെൻ ഡയഗ്രാം. അപ്പൊ നോക്കിക്കേ, 3 ഡ്രിങ്ക്സ് ഇല്ലേ, ആ 3 ഡ്രിങ്ക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 3 സർക്കിൾസ് വരയ്ക്കണം. 3 ഡ്രിങ്ക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 3 സർക്കിൾസ് വരയ്ക്കണം. 3 സർക്കിൾസ്. ഓക്കെ, അപ്പൊ ഈ 3 സർക്കിൾസിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഈ കുടിക്കുന്ന ഡ്രിങ്ക്സിനനുസരിച്ച് അവരെ സർക്കിൾസിന്റെ ഉള്ളിലോട്ട് ഞാൻ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 3 കളറായിട്ട് വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻസ് കുറയും. ഓക്കെ, റെഡ് കളേർഡ്. ഈ റെഡ് കളേർഡ് സർക്കിൾ എന്ന് പറയുന്നത് ടീ കുടിക്കുന്നവരെ ഇരുത്താൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന സർക്കിൾ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്കൊരു പിങ്ക് കളേർഡ് വരയ്ക്കാം. ഈ പിങ്ക് കളേർഡ് സർക്കിൾ യൂസ് ചെയ്യുന്നത് കോഫി കുടിച്ചവര് ഈ ഒരു പിങ്ക് കളേർഡ് സർക്കിളിന്റെ അകത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, കോമൺ ആയിട്ട് ഒരു പോർഷൻ ഇല്ലേ, ഈ കോമൺ ആയിട്ടുള്ള പോർഷൻ എന്താണ്? ടീയും കോഫിയും കുടിച്ചവരുടെ എണ്ണം. ഓക്കെ, അപ്പൊ ടീയും കോഫിയും കുടിച്ചവർ എന്തിരിക്കും? ഈ ഒരു കോമൺ ആയിട്ടുള്ള ഇതിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒന്നുകൂടെ ഉണ്ട്. അടുത്ത എന്താണ്? നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ്. അപ്പൊ ഹോട്ട് ചോക്ലേറ്റ് വരയ്ക്കാണ്. ഹോട്ട് ചോക്ലേറ്റ് വരച്ചു. അപ്പം നോക്കിക്കേ, ഹോട്ട് ചോക്ലേറ്റിനെ ഞാൻ HC എന്ന് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷന്റെ പ്രത്യേകത എന്താണ്? ടീ മാത്രം കുടിച്ചവരായിരിക്കും എന്ത് ഈ ഒരു പോർഷനിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഈ പോർഷൻ നോക്കുകയാണെങ്കിൽ അതിനെ മാച്ചിട്ട്, ഈ ഒരു സാധനത്തിനെ മാച്ചിട്ട് ഇത് മാത്രം എന്ന് പറയുകയാണെങ്കിൽ, ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ മാത്രം എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? കോഫി മാത്രം കുടിച്ചവര്. ഓക്കെ, ഇനി ആ ഓരോ ഏരിയകൾ പറയാണ്. ഈ പോർഷൻ മാത്രം എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? ഹോട്ട് ചോക്ലേറ്റ് മാത്രം കുടിച്ചവര്. ഓക്കെ, അപ്പൊ ഈ 3 റീജിയന്റെ പ്രത്യേകത മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന റീജിയൻ നോക്കിക്കേ, ഈ നടുക്കുള്ള റീജിയന്റെ പ്രത്യേകത എന്താണ്? എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതല്ലേ. കോഫിക്ക് കോമൺ ആണ്, ടീക്ക് കോമൺ ആണ്, അതുപോലെ തന്നെ ഹോട്ട് ചോക്ലേറ്റിനും കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡ്രിങ്ക്സും കുടിച്ചവരുടെ എണ്ണം ആയിരിക്കും എന്ത് ഇവിടെ. അതായത് എല്ലാ ഡ്രിങ്ക്സും കുടിച്ചവരെ നമ്മൾ എന്ത് പ്ലേസ് ചെയ്യും? ഈ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്യും. ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, ഇനി അതല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ടീയും കോഫി അവർ കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ടുണ്ടോ? ഇല്ല. ടീയും കോഫിയും കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരാണ് എന്ത് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യാം. ടീയും കോഫിയും കുടിച്ചിട്ടുണ്ട്, ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ടില്ല. ഈ ഒരു ഏരിയ ആണെങ്കിലോ, അവര് കോഫിയും ഹോട്ട് ചോക്ലേറ്റും കുടിച്ചിട്ടുണ്ട്, പക്ഷേ ടീ കുടിച്ചിട്ടില്ല. ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് ഈ ഒരു പോർഷന്റെ പ്രത്യേകത എന്താണ്? അവര് ടീയും ഹോട്ട് ചോക്ലേറ്റും കുടിച്ചിട്ടുണ്ട്, പക്ഷേ കോഫി കുടിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുത്തി നോക്കാം. ഓക്കെ, അവരെ ഒന്ന് ഇരുത്തി നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ആദ്യമേ ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളവരാണ് ആദ്യമേ ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആദ്യമേ വായിച്ചു പോവാം. ഈച്ച് സിറ്റിസൺ ഹാസ് ടു വോട്ട് വൺ. ഓക്കെ, ഇൻ ടോട്ടൽ 120 പീപ്പിൾ ലൈക്ക് ടീ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഈ ഒരു ഓറഞ്ച് വൃത്തം അല്ലെങ്കിൽ ഓറഞ്ച് സർക്കിളിന്റെ ഉള്ളിൽ എത്ര പേരുണ്ട്? 120 പേരുണ്ട്. ഓക്കെ,
120 പേര് ഇവിടെ മാത്രം, ഇവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം. പക്ഷെ നമുക്ക് ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല എവിടെയൊക്കെ എത്ര പേരുണ്ടെന്ന്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ടി 160 മാർക്ക് ചെയ്യുക. ഇനി 160 പീപ്പിളിൽ എന്ത് ലൈക്ക് ചെയ്യുന്നുണ്ട്, കോഫി ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം 160 പീപ്പിള് കോഫി, 160 പീപ്പിൾ ലൈക്ക് കോഫി. അപ്പം കോഫിക്ക് തുല്യമായിട്ട് അല്ലെങ്കിൽ കോഫിയുടെ സർക്കിളിന്റെ ഉള്ളിൽ എത്ര പേരുണ്ട്, 160 ഉണ്ട്. അതിൽ എത്ര പേര് ഇവിടെ, എത്ര പേര് ഇവിടെ, എത്ര പേര് ഇവിടെ, എത്ര പേര് ഇവിടെ എന്ന് നമുക്ക് അറിയില്ല. സോ മാർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നോക്കിക്കേ, 46 പീപ്പിൾ ലൈക്ക് ഓൾ 3 ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 46 പേർക്ക് എല്ലാ ഡ്രിങ്ക്സും ഇഷ്ടമാണ്. അപ്പം എല്ലാ ഡ്രിങ്ക്സും ലൈക്ക് ചെയ്യുന്നവർ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു, ഇവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് ഡയറക്റ്റ് എഴുതാം എന്താണ്, അവിടെ 46 ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ അത് ഞാൻ 46 ഒന്ന് മാർക്ക് ചെയ്തു. ഇനി 62 പീപ്പിൾ ലൈക്ക് ബോത്ത് ടീ ആൻഡ് ഹോട്ട് ചോക്ലേറ്റ്. അപ്പൊ 62 പീപ്പിളിന്, 62 ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, ഹോട്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ ടീയും, ഹോട്ട് ചോക്ലേറ്റും ടീയും, ഹോട്ട് ചോക്ലേറ്റും ടീയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഇത് ഇത്രയും വരും. ഓക്കെ, ഇത് ഇത്രയും വരും. ഓക്കെ, ഇത് മൊത്തത്തിലാണ് എത്ര, 62. ഇത് മൊത്തത്തിലാണ് എത്ര, 62. അപ്പൊ ഈ ഒരു പോർഷനിൽ മൊത്തത്തിലായിട്ട് 62 എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ 46 പേര് ഇരിക്കൂലേ, അങ്ങനെയാണെങ്കിൽ ഈ പോർഷനിൽ എത്ര വരും, 62 മൈനസ് 46 അല്ലെ. അപ്പൊ 62 മൈനസ് 46 ചെയ്യാൻ നേരത്ത് എത്ര വരും, 16 എന്ന് വരും. അപ്പൊ ഈ ഒരു പോർഷനിൽ എത്ര പേര് മാത്രമേ ഉള്ളൂ, 16. ക്ലിയർ ആണ്. അപ്പൊ 62 പീപ്പിൾ ലൈക്ക് ബോത്ത് ടീ ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് എന്നാ പറഞ്ഞ, രണ്ടും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇതും രണ്ടും ഇഷ്ടപ്പെടുന്നവരല്ലേ, പക്ഷെ അവര് മൂന്നും ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഒള്ളി എന്ന് പറയുന്നില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് 62 പീപ്പിൾ ലൈക്ക് ഒള്ളി ബോത്ത് ടീ ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 62 എഴുതാം. പക്ഷെ ഇവിടെ എന്താ, ഒള്ളി എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്യുന്നില്ല. അതിനർത്ഥം ഈ രണ്ട് പോർഷനിലും കൂടെ ചേർന്നാണ് എന്ത്, 62 പേര്. അപ്പൊ ഇവിടെ 46 കുറയ്ക്കണം, 16. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് എന്താണ്, 53 പീപ്പിൾ ലൈക്ക് ഹോട്ട് ചോക്ലേറ്റ് ആൻഡ് കോഫി, ഹോട്ട് ചോക്ലേറ്റും കോഫി. അപ്പം 53 നോക്കിക്കേ, ഇത് മൊത്തത്തില് 53, ഇത് മൊത്തത്തില് 53. അങ്ങനെയാണെങ്കിൽ ഇത് 53 മൈനസ് 46, അപ്പൊ എത്ര കിട്ടും, 7 എന്ന് കിട്ടും. 53 മൈനസ് 46, അപ്പൊ 7 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, കോഫ് ആൻഡ് 89 പീപ്പിൾ, 89 പീപ്പിൾ ലൈക്ക് ബോത്ത് ടീ ആൻഡ് കോഫി, ബോത്ത് ടീ ആൻഡ് കോഫി എന്ന് പറയുമ്പോൾ ഇത്. ഓക്കെ, അപ്പൊ ഇത് മൊത്തത്തില് 89. അപ്പൊ ഇത് മൊത്തത്തിൽ 89 ആണെങ്കിൽ 89 46 പോയി കഴിഞ്ഞാൽ ബാക്കി 3 4 43 ഉണ്ട്. അപ്പൊ ഇവിടെ 43. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള നോക്കിക്കേ, നമുക്ക് മൊത്തത്തില് 350 പേരുണ്ടെന്ന് അറിയാം. ഈ 350 പേരെ ഈ 3 സർക്കിളിലായിട്ട് നിർത്തിയൊക്കെയാണെന്നും അറിയാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അതില് ടീ കുടിച്ചവര് മൊത്തത്തിൽ 120 ആണ്. അതിൽ 120 കുറച്ച് പേരെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ എത്ര പേരുണ്ടെന്ന് നോക്കാം, 43 46 16 എല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ 12 പ്ലസ് 3 15 വരും. ബാക്കി 1 റിമൈൻഡർ 8 10 105 ആയി. അങ്ങനെയാണെങ്കിൽ ബാക്കി 15 പേരായിരിക്കും എന്ത്, ടീ മാത്രം കുടിക്കുന്നവർ. ടീ മാത്രം കുടിക്കുന്നവരുടെ എണ്ണം എത്രയാണ്, 15. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി ഈ കോഫിയുടെ കണക്കൂട്ടണം. കോഫിയുടെ കണക്കൂട്ടാൻ നേരത്ത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50 ആയി. 50ഉം 46ഉം 96 ആയി. ഓക്കെ, അപ്പൊ 160 നിന്ന് 96 കുറച്ച് കഴിഞ്ഞാൽ 64 ബാക്കി കാണും. 64 ബാക്കി കാണും. അപ്പൊ 64 പേര് എന്ത് ചെയ്തു, കോഫി മാത്രം കുടിച്ചു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹോട്ട് ചോക്ലേറ്റ് മാത്രം കുടിച്ചു വരാം. അതിന് നമുക്കറിയാം 350 പേര് മൊത്തത്തിൽ വില്ലേജിലുണ്ട്. അപ്പൊ ആ 350 പേരും കൂടെ ചേർന്നാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഏരിയകളുടെ മൊത്തത്തിലുള്ള സം എന്ന് പറയുന്നത് 350 ആണ്. നോക്കിക്കേ, ഇവിടെ 160 ഇല്ലേ, ഈ ഒരു സർക്കിൾ മൊത്തത്തിൽ 160, പിങ്ക് സർക്കിൾ മൊത്തത്തില് ആ 160 കൂടാണ്ട് നോക്കിക്കേ, ഒരു 15 ഒരു 16 ഉണ്ട്. ഓക്കെ, അപ്പൊ 160 പ്ലസ് 31 ആണ് എന്ത്, ഇത്രയും സമ്മ്. അപ്പൊ 191 കിട്ടി. 191 കിട്ടി. അങ്ങനെയാണെങ്കിൽ 350 191 പോയി കഴിഞ്ഞാൽ, 350 191 പോയി കഴിഞ്ഞാൽ ബാക്കി 150 159 എന്ന് വരും അല്ലെ, 159. അപ്പൊ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചവരുടെ എണ്ണം എത്രയാണ്, 159. അപ്പൊ അതും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ നോട്ട് ചെയ്യുക, നമ്മുടെ വെൻ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഈ വെൻ ഡയഗ്രത്തിനെ വെച്ചിട്ടായിരിക്കും എന്ത്, നമ്മൾ ഇനി ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണേ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം.
ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി പീപ്പിൾ ലൈക്ക് ടീ. ഓക്കെ, ടീ അല്ല, ഒള്ളി ടീ ആണേ. ഹൗ മെനി പീപ്പിൾ ലൈക്ക് ഒള്ളി ടീ എന്നാക്കിക്കോണേ. ടീയുടെ എന്തായാലും തന്നിട്ടുണ്ടോ, ഒള്ളി ടീ ആണ്. ഹൗ മെനി പീപ്പിൾ ലൈക്ക് ഒള്ളി ടീ എന്നാണ്. അപ്പൊ വെൻ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒള്ളി ടീ എന്ന് പറയുന്ന പോർഷനിൽ 15 എന്ന് പറയുന്ന നമ്പറാണ് മാർക്ക് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ഒള്ളി ടീ എത്രയാണ്? ഓപ്ഷൻ ഇ 15. കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. അപ്പൊ ആ വെൻ ഡയഗ്രാം ഫോം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്ത്, ഇത്തിരി ടൈം എടുക്കുന്നത്, ഒരു 2 മിനിറ്റ് ടൈം. ആ 2 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പടപടയെന്ന് ആൻസർ. ഓക്കെ, അപ്പൊ 2 മിനിറ്റിൽ 5 ചോദ്യം. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം കഴിഞ്ഞു. അടുത്ത ചോദ്യം ഇനി നോക്കിക്കേ. ഹൗ മെനി പീപ്പിൾ ലൈക്ക് ഒള്ളി കോഫി ആൻഡ് ഹോട്ട് ചോക്ലേറ്റ്? ഒള്ളി കോഫി ആൻഡ് ഹോട്ട് ചോക്ലേറ്റ്. അപ്പൊ ഒള്ളി കോഫി ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് ഞാൻ ഏത് പോർഷൻ ആണെന്ന് പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ഒള്ളി കോഫി ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ 16 നമ്പർ വരുന്ന നിങ്ങളുടെ വെൻ ഡയഗ്രത്തിന്റെ പ്ലേസ്. ഓക്കെ, അപ്പൊ ആൻസർ സോറി 16 അല്ല, ഒള്ളി കോഫി ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് ആണ്. അപ്പൊ 7 വരുന്ന ഒരു പോർഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 7 വരുന്ന പോർഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ ആൻസർ ഓപ്ഷൻ സി 7. എന്താണ്? കോഫി ആൻഡ് ഹോട്ട് ചോക്ലേറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം ഇനി ഹൗ മെനി പീപ്പിൾ ലൈക്ക് ഒള്ളി കോഫി? അപ്പൊ കോഫിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന പ്ലേസ്, കോമൺ ആയിട്ടുള്ള പ്ലേസ് ഒന്നും വരില്ല, ഒറ്റയ്ക്ക് മാത്രം. അപ്പൊ കോഫി മാത്രം കുടിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 64. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി അല്ലെ, ഓപ്ഷൻ ഡി 64. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു വെൻ ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടൊന്നുമില്ല, പടപടയെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. ഹൗ മെനി പീപ്പിൾ ലൈക്ക് ഒള്ളി ഹോട്ട് ചോക്ലേറ്റ്? ഒള്ളി ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഫില്ല് ചെയ്ത ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ലാസ്റ്റ് ഫില്ല് ചെയ്ത പോർഷൻ. അപ്പൊ അതിനകത്ത് നമ്പർ കിടക്കുന്ന എത്രയാണ്? 159 അല്ലെ. അപ്പൊ ആൻസർ 159 ആണ്. 159 ഓപ്ഷനിലുണ്ടോ? 159. ഓക്കെ, ഉണ്ട്. ഓപ്ഷൻ ബി 159 ആണ് എന്ത്, അതിന്റെ ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിഞ്ഞു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി പീപ്പിൾ ലൈക്ക് ടീ ആൻഡ് കോഫി? ഒള്ളി ടീ ആൻഡ് കോഫി. ടീ ആണ്, ഒള്ളി ടീ ആൻഡ് കോഫി. അപ്പൊ ടീയും കോഫിയും മാത്രം. അപ്പൊ ടീയുടെയും കോഫിയുടെയും പൊസിഷൻ എടുക്കുക, അതിൽ ടീയും കോഫി മാത്രം. അപ്പൊ കോമൺ ആയിട്ടുള്ള പോർഷൻ വേണ്ട, ടീക്കും കോഫിക്കും മാത്രമായിട്ടുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ 43 അല്ലേ. അപ്പം 43 ഓപ്ഷൻ എ. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ്, കേസ്ലെറ്റ് 2 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. SPPക്ക് വരുന്ന കണക്കത്ത് 2 എണ്ണം. ഓക്കെ, അപ്പൊ ഇതുപോലെ ഉള്ള കേസ്ലെറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതുകൂടാണ്ട് നിങ്ങൾക്ക് ഇനി ഓഫ്ലൈൻ ആയിട്ടോ ഓൺലൈൻ ആയിട്ടോ നമ്മുടെ ദിശ അക്കാഡമിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ, കൊല്ലം, കോഴിക്കോട്, അതുപോലെ തന്നെ കൊട്ടാരക്കര, ട്രിവാൻഡ്രം എന്നീ ബ്രാഞ്ചുകളുണ്ട്. ഓക്കെ, അപ്പൊ നല്ലോണം പഠിക്കുക. ഈ വരുന്ന SPPO ക്രാക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.